തമിഴ്നാട് വിരുദുനഗറിൽ 25 പേരുടെ മരണത്തിനിടയാക്കിയ വനജ ഫയർവർക്ക് ഫാക്ടറിക്ക് സർക്കാർ അനുമതിയുണ്ടായിരുന്നു. എന്നാൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളിലുണ്ടായ വീഴ്ചയാണ് വൻ ദുരന്തത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. കാണാം വിരുദുനഗറിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തീ കൊണ്ട് കളിക്കരുത്. നാടിനെ നടുക്കിയ ഉഗ്ര സ്ഫോടനം. 25 പേരുടെ ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 3 പേർ ആരൊക്കെയെന്ന് തിരിച്ചറിയാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വനജ ഫയർവർക്സിന് സർക്കാരിന്റെ അനുമതിയുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തിച്ചിരുന്നത് നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ്. കഠിനമായ ചൂടുള്ള സമയത്ത് രാസവസ്തുക്കൾ തമ്മിൽ കലർത്തുമ്പോഴുണ്ടായ ഘർഷണമാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, ഞായറാഴ്ചകളിൽ പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് ഈ അപകടം. പടക്ക നിർമ്മാണശാലയുടെ ഒരു മുറിയിൽ 4 പേർ മാത്രമാണ് ഉണ്ടാകാൻ പാടുള്ളത്. ആ മുറിക്ക് 4 വാതിലുകളും ഉണ്ടായിരിക്കണം. മുറികൾ തമ്മിൽ നിശ്ചിത അകലവും ഉണ്ടായിരിക്കണം. എന്നാൽ ഇതൊന്നും വനജ ഫയർവർക്സ് ഫാക്ടറിയിൽ പാലിക്കപ്പെട്ടില്ല എന്നാണ് കണ്ടെത്തൽ. வீட்டோடைய அக்கா அண்ணன் அடையாளம் தெரியாமல் நாங்கள் தேடிக்கிட்டு இருக்கோம். உள்ளே விட மாட்டேன் திட்டம் பண்ணிட்டு போலீஸ். இது என்ன சொல்லிச்சு இல்லை, அடையாளம் தெரிஞ்சா தானே போகணும். அம்மா அப்பா எதுவுமே இல்லை. அதனால் அவங்க பதில் எனக்கு ஏதாவது செஞ்சு தரணும். தம்பி நல்லா படிக்க வைக்கணும். கஷ்டமா இருக்கு. அம்மா அப்பா 2 பேர் இறந்துனாங்க. படிக்கணும் நல்லா. வெளியே போயிட்டு இருந்தாங்க. 2வது அடிச்சதில் ஒரு 10-20 பேர் நெருக்கி காயம். போலீஸ்காரங்க, ரெஸ்கியூ டீமு, சேஃப்டி ஆப்ரேட்டரு, ரேடியோ மைக் செட்டு கட்ட போனவங்க, அந்த லைட்டு கட்ட போனவங்க நிறைய பேருக்கு காயம். ഇപ്പോൾ 2வது 10-ലധികം മുറികളുള്ള പടക്ക നിർമ്മാണശാലയുടെ 4 മുറികൾ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നു. മുത്തുമാണിക്യം എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം സാധാരണ ഞായറാഴ്ച പ്രവർത്തിക്കാറില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 23-ാം തീയതി അവധി നൽകേണ്ടതിനാൽ ഞായറാഴ്ച പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് സൂചന. സ്ഫോടനമുണ്ടായതിന്റെ പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതോടെ വനജ ഫയർവർക്സിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഉടമകൾക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നുമാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. நம்ம அந்த டீம்ஸ் போட்டு இந்த அரெஸ்ட் பண்றதுக்கு சார் முயற்சி எடுத்துட்டு இருக்கோம். பட் அந்த முயற்சியில் இருக்கிறோம் ஆக்சுவலி. ஸோ அந்த வாட் எவர் த ஆக்ஷன் அரெஸ்ட் பண்றதுக்கு என்ன பண்ணணும் அதில் என்னன்னாலும் வில் டேக் ஆக்ஷன். நமக்கு இப்போ ஒரு இன்சிடென்ட் நடந்த உடனே அந்த ஃபேக்டரியுடைய ലൈസൻസ് സസ്പെൻഷൻ ഈസ് ഫസ്റ്റ്. അതുക്കപ്പുറം എൻക്വയറി പണി നമ്മൾ ക്യാൻസൽ പണിയുമ്പോൾ ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വിരുദുനഗർ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യം, സർക്കാർ അനുമതിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി പ്രവൃത്തികൾ നടന്നിരുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കപ്പെടാതിരുന്നത്? വിരുദുനഗറിൽ നിന്ന് സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.